Hi guys. Hi guys, welcome to my back. ഞങ്ങളിങ്ങനെ പൂവാർ ബീച്ച് കാണാൻ പോയിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. പോയി കാണിക്കാൻ ശേഷം കഴിച്ചെടുക്കാം. ഞങ്ങൾ സൺഡേ പള്ളി കഴിഞ്ഞിട്ട് നേരെ അന്ന് കേട്ടോ കടപ്പുറത്തോട്ട് പോകാൻ തീരുമാനിച്ചത്. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു ബേക്കറി കയറിയിട്ട് നമ്മുടെ ഫ്രൂട്ട് സലാഡ് മേടിച്ചിട്ടോ, അതും കുടിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ അത് ഞാനുണ്ട്. അപ്പം ഞങ്ങളിതാ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഗെയ്സ്. ഇത് പൂവാർ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം വലിയ തിരക്കൊന്നും പറയല്ല കേട്ടോ ഈ സമയത്ത് റോഡൊക്കെ. പിന്നെ അവധി ദിവസമൊക്കെ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ അങ്ങോട്ട് ഉള്ളിലോട്ട് പോകും തോറും ഒരു കുഞ്ഞ് റോഡാണ് കേട്ടോ. വേറൊരു കാറ് കൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനത്തെ ഞെരുങ്ങി ഒരുപാട് വീടുകളും റോഡൊക്കെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് ഇച്ചിരി ടാസ്ക്കാണ് ഇവിടെ കൂടെയൊക്കെ വണ്ടി ഓടിക്കാൻ. അപ്പോൾ അതേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാന്നുണ്ടല്ലേ. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ റോഡുണ്ട്. അവിടെ നിന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനൊക്കെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ അവിടുത്തെ പള്ളിയുടെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ, മുസ്ലിം പള്ളി. ഇത് കഴിഞ്ഞ് ഇനി ഇച്ചിരി കൂടെ പോകുമ്പോഴാണ് നമ്മുടെ പൂവാർ കടൽ. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഗെയ്സ്. എന്നാലും ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരുപാടായി ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കടപ്പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പൊഴിയൂർ കടൽ അതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടലും കായലും ഒക്കെ ചേരുന്ന ഭാഗമാണ് കേട്ടോ. ഒരു ഭാഗത്ത് കായലും ഒരു ഭാഗത്ത് കടലുമാണ് കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ഒരുപാട് തെങ്ങും തോപ്പും കാര്യങ്ങളുണ്ട്. ഇവിടെ പിള്ളേർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരുടെ ഒരു ഗ്രൗണ്ടാണ് കളിക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ പോയി ഗെയ്സ്. ഞങ്ങൾ അവസാനം കടൽക്കരയിലെത്തിയിട്ടുണ്ട് ഗൈസ്. പിന്നെ വേറെ എന്തൊക്കെയാണ് ഗൈസ് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ കമൻറ്റായിട്ട് കൂടെ അറിയിക്കണേ. അപ്പോൾ നമുക്ക് കടൽക്കര കാഴ്ചകൾ കാണാം ഗൈസ്. അപ്പോൾ ഇതേ ഇങ്ങനെ അതെ ഇങ്ങനെ പോയി അതാ കടലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഗേസ്. ആ ഭാഗത്ത് കുറേ കൂടെ പോകണം കേട്ടോ. അല്ലെങ്കിൽ കുറേ കൂടെ പോയി കഴിഞ്ഞാൽ ഇച്ചിരി ദൂരം നടന്നാൽ മതിയാവുമേ. അങ്ങനെ പോയി മഴയൊന്നുമില്ല കേട്ടോ ഗേസ്. നല്ല അത്യാവശ്യം ഒരു മങ്ങിയ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര വെയിൽ പറയാനുമില്ല, ഒരു മങ്ങിയ ഒരു പ്രകൃതിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ പോയി ഗേസ്. ഇത് ഇപ്പുറത്ത് കാണുന്നതെന്ന് വെച്ചാൽ കായലാന്ന് കേട്ടോ. ഇവിടെ ആളുകളൊക്കെ കുളിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് കടൽ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ പ്രത്യേകത. കടലുണ്ട് കായലും ഉണ്ട് കേട്ടോ. രണ്ടും കൂടി ചേരുന്നതാണ് പൊഴിക്കര എന്ന് പറയുന്നത് കേട്ടോ. ഞങ്ങളുടെ പൊഴിക്കര. ഇത് പൂവാറാന്നേ. ഇവിടെ പിന്നെ ബോട്ടിംഗ് ആണ് ഗൈസ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ. നമ്മുടെ കുറേ കണ്ടൽ കാടൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടൽ കാടുകളുടെ അകത്തുകൂടിയാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ. അത് കാണുന്നത് പോലീസ് സ്റ്റേഷനാണ്. കടൽ നീല കാണിച്ചു ഗൈസ്. ഇതാ വരികയാണ് ഗൈസ്. മേലെ പെട്ടെന്ന് ഹായ് ഗൈസ്. നമ്മുടെ ക്യാമറ നോക്കിയാ നല്ല കാറ്റാണ് ഗൈസ്.
ഗൈസ് അങ്ങനെ ഞങ്ങൾ നടന്ന് ഇതാ കടൽ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ കായലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. കടൽ നല്ല തിര ഇങ്ങ് ഒരുപാട് കയറി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ കയർ കെട്ടിയേക്കണതിൻ്റെ അപ്പുറത്തൊന്നും നമുക്ക് പ്രവേശനമില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരെന്നാലും വളരെ കുറവാണ് കേട്ടോ. ഇച്ചിരിയൊക്കെ കഴിയുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ കായൽ. അവിടെയാണ് ബോട്ടും കാര്യങ്ങളും ബോട്ടിങ്ങും സംഭവങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ആ ഭാഗത്ത് കായലും ഇപ്പുറത്ത് കടലും ആണ് കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. വേറെ എടുത്തു പറയാനായിട്ടുള്ളത് ഇവിടുത്തെ ബോട്ടിങ് തന്നെയാണ് കേട്ടോ. ബോട്ടിങ്ങിനായിട്ടാണ് ഇവിടെ ആളുകൾ ഒരുപാട് വരുന്നത് തന്നെ. ബോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ കണ്ടൽക്കാട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനിടയിൽ കൂടെയൊക്കെയാണ് ഈ ബോട്ടിങ്ങൊക്കെ പോകുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ, അവിടുത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ ഇനി ഒരിക്കൽ ബോട്ടിങ്ങൊക്കെ പോയിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് പിള്ളേർ അവിടെ കായലിൽ കാലൊക്കെ കഴുകാനായിട്ട് അങ്ങനെ പോയിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ബോട്ടുകളാണ് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയാണ് ഗൈസ് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ കമൻറ്റായിട്ട് കൂടെ അറിയിക്കണേ. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടക സവാരി ഉണ്ട്. പിന്നെ നമ്മുടെ കുതിര ഉണ്ടല്ലോ, കുതിര സവാരി ഒട്ടക സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ ഞങ്ങളോട് ബോട്ടിങ് പോകുന്നതെന്നൊക്കെയാണ് ചോദിച്ചേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഉള്ളത് തന്നെയാണ്. അപ്പോഴത്തേക്ക് പുള്ളി ഇങ്ങനെ ഒട്ടകത്തിൽ കയറുന്നതെന്നൊക്കെ ചോദിച്ചങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ കുറേ കരിക്ക് സംഭവങ്ങളൊക്കെ പുറത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഇതൊക്കെ വാങ്ങി കഴിക്കുക കേട്ടോ. നമ്മളൊന്നും മേടിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോയി കേട്ടോ. എല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ചോളം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെയാന്ന് അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങി നടന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത്യാവശ്യം പിന്നെ കടലിലൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. നല്ലതുപോലെ കടൽ കയറി വരുന്നുണ്ട്. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിപ്പി ഉണ്ടല്ലോ ഗെയ്സ്, അങ്ങനെ ഓരോരുത്തർ അത്ര ഇങ്ങനെ അടിച്ചു കൂട്ടി കിടപ്പുണ്ട് കേട്ടോ. പല വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ചിപ്പികൾ. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിങ്ങളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തേട്ടാ. നല്ല ഭംഗിയുണ്ട്, വെറൈറ്റികളാണ് പല കളറ്, കുത്തുള്ളത് കുത്തില്ലാത്തത് അങ്ങനെയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഓരോരുത്തർ ഇങ്ങനെ അടിച്ച് കയറി കിടപ്പുണ്ട്. ഈ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ ചിപ്പികളാണ്, ഇങ്ങനെ നിറഞ്ഞു കിടപ്പുണ്ട് അവിടെ അത്രയും. അങ്ങനെ ഇതേ ആ സൈഡ് അങ്ങോട്ടൊക്കെ കാണുന്നതാണ് കായലും കുതിര സവാരിയാണ് കേട്ടോ. അങ്ങോട്ട് കണ്ടില്ലേ കുറേ കാട് പോലെയൊക്കെ കാണുന്നത്, അത് നമ്മുടെ ഈ കണ്ടൽക്കാട് അങ്ങനത്തെ സംഭവമൊക്കെയാണ് കേട്ടോ. അതിനകത്തുകൂടിയൊക്കെയാണ് നമ്മുടെ ബോട്ടൊക്കെ പോകുന്നത്. ഇവിടെ വരുന്നവരൊക്കെ ട്രിവാൻഡ്രത്തൊക്കെ വരുന്നവർക്ക് ഇതൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. ഇവിടെ വരുന്ന ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എങ്ങും കിട്ടത്തൊന്നുമില്ല. ഈ നമ്മുടെ കായൽ പിന്നെ ഈ കണ്ടൽക്കാടൊക്കെ കണ്ടിട്ടുള്ള യാത്രയൊക്കെ എങ്ങും കിട്ടുകയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ടില്ലാത്തവരൊക്കെ ഒരിക്കൽ വരണം കേട്ടോ. ഞങ്ങൾ കുറേ പ്രാവശ്യം ബോട്ടിങ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു തവണ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് എടുക്കാൻ കണക്കാക്കി പോകാട്ടോ. നമ്മൾ ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം ബോട്ടിങ് പോയില്ല. കുറേ പ്രാവശ്യം പോയിട്ടുള്ളത് കൊണ്ട് നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ മടിച്ചു പോയത്. അങ്ങനെ ഇതേ കേട്ടോ, നമ്മുടെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാൻ വേണ്ടിയിട്ട് അവരൊരു കോണിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ കൂടെയാണ് ചവിട്ടി കയറുന്നത്. നല്ല ഹൈറ്റ് ഉണ്ടല്ലോ പുള്ളിക്ക്. അപ്പോൾ ഇങ്ങനെ പിള്ളേർ കുറേ മണ്ണൊക്കെ വാരി കളിച്ച് അങ്ങനെ നടക്കുന്നു ഗേസ്. ഭയങ്കര കാറ്റാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര കാറ്റാണ്, നല്ല കാറ്റ്. പക്ഷെ നല്ലൊരു മൂടി കെട്ടിയൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. വെയിലോ ഒന്നുമില്ല, ഭയങ്കര കാറ്റ് മാത്രം, ഭയങ്കര കാറ്റ്. അങ്ങനെ കുറേ കൂടെ അങ്ങ് മുമ്പോട്ട് കാണുന്നതാണ് ഗേസ് നമ്മുടെ പൊഴിയൂർ ഭാഗമൊക്കെ. പൊഴിയൂർ, കടപ്പുറം, പൊഴിക്കര അതൊക്കെ കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഗേസ്. അപ്പോൾ എല്ലാവരും തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് താങ്ക്സ് കേട്ടോ, സപ്പോർട്ടിനൊക്കെ. അപ്പോൾ ഇതേ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ തിരിച്ച് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ നടന്നു പോവാണ് കേട്ടോ. നമ്മൾ കാലൊക്കെ കഴുകി കഴിഞ്ഞിട്ട് വീണ്ടും മണ്ണിൽ കൂടെ നടക്കുമ്പോൾ മൊത്തവും മണ്ണും ചെടിയും ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. കാല് നനയ്ക്കാതെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കാവേ. കാല് നനച്ചതിന് ശേഷം നമുക്ക് ഈ മണ്ണിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല ഭയങ്കര കാറ്റായതുകൊണ്ട് ഈ മണലെല്ലാം കൂടി ഇങ്ങനെ കാറ്റത്തടിച്ച്
ഇങ്ങനെ വന്ന് ഇങ്ങനെ കാലിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് കുറേ പരുന്തുകൾ ഇങ്ങനെ വട്ടമിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുമായിരുന്നു അവിടെ ഫുള്ള്. എനിക്ക് തോന്നുന്നു നല്ല മീൻ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് പരുന്ത് ഇങ്ങനെ വട്ടമിട്ട് പറന്നു. അവിടെ എല്ലാം ഭയങ്കര കലബല സൗണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങളവിടെ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങോട്ട് പോയി കേട്ടോ. ഇതേ കാണുന്നില്ല ആ ബോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടൽക്കാടാണ് കേട്ടോ. ഇതിനകത്തുകൂടിയാണ് ആ ബോട്ടൊക്കെ ഇങ്ങനെ പോകുന്നത്. അവിടെ എന്താണ് സംഭവം എന്നറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഭയങ്കരമായിട്ട് കാക്കയും പരുന്തും എല്ലാം കൂടി ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട് കേട്ടോ. ഒരു വള്ളത്തിലിങ്ങനെ രണ്ടാളുകളിങ്ങനെ പോകുന്നുണ്ട് ഗെയ്സ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗെയ്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ലവ് യു ഓൾ.